ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓഫേഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മന്ത് അവസാനം 5 ദിവസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ ചെറിയ റീഡിംഗ് ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നയൻ ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് ആദ്യം തന്നെ വന്നത്. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. 7 ഓഫ് വാൻഡ്സ്, നയൻ ഓഫ് സോഡ്സ്, ഡബിൾ കാർഡ്. ഓക്കെ, നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് കേട്ടോ. അപ്പം ഈ ഫീലിങ്സിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടും ഓവർ തിങ്കിങ് ചെയ്യുന്ന എനർജിയാണ്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വരുന്ന സമയത്ത് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഇവർ. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പം, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മൾ ഭയങ്കരമായും ടെൻസ്ഡായിട്ട് അതിൽ തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജി. ഓക്കെ, പിന്നെ ഈ പേഴ്സൺ ഇതും അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്നതാണ്. ഇവർക്കൊരു സമയമാകുമ്പം ഇവരുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ ഇവരുടെ ഫീലിങ്സിനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ട്രോമ പോലെ, അല്ലെങ്കിൽ ഭയങ്കര ആൻസൈറ്റി, അതുപോലെ തന്നെ പല കാര്യങ്ങളും ആലോചിക്കുമ്പം അവർക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കുക. ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചില മാനസികാവസ്ഥ. ഓക്കെ, അത് നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ വരുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനത്തെ കോംപ്ലിക്കേഷൻസിൽ നിൽക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനത്തെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ചാലഞ്ചായിട്ട് ഈ പേഴ്സൺ ഇത് തോന്നുന്നുണ്ട്. അതായത് ഒരു പരീക്ഷണം പോലെ. പരീക്ഷയ്ക്ക് നമ്മൾ പറയില്ലേ, ചില സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പം എനിക്ക് എന്താ ഇത്രമാത്രം പരീക്ഷണം എന്നുള്ള രീതിയിൽ. അപ്പം അതുപോലെ ഈ പേഴ്സണ് ഇതൊരു പരീക്ഷണമായിട്ട്, ചാലഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ അവർ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു വെക്കണമെന്ന് വിചാരിച്ചാലും ഈ പേഴ്സണ് പറ്റില്ല. അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് അവർക്ക് കൈവിട്ട് പോകുന്നത് പോലെ. ഓക്കെ, വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. അവർക്കുണ്ടാവുന്ന ഇമോഷൻസ്, ഫീലിങ്സ്, കാര്യങ്ങളെല്ലാം അവർ ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് അവർക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഈ ഒരു ഭയങ്കരമായിട്ടും ആൻസൈറ്റി വരുന്നതും ഡിപ്രഷൻ പോലത്തെ അവസ്ഥയൊക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു ഡേ മുഴുവൻ എന്നുള്ള രീതിയിലല്ല. അപ്പോൾ ഏകദേശം ഒരു നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരുടെ എനർജി ഭയങ്കര ലോ ആവുക, അവരൊരുപാട് ചിന്തിച്ചു പോവുക എന്നുള്ളൊരവസ്ഥയാണ്. എന്താ പറയുക, ഇപ്പം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നു, ആ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നു, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാത്തത് പോലുള്ളൊരു ഫീൽ അവർക്കുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഈ ഹെർമിറ്റ് എന്ന് പറയുമ്പം ഇവരുടെ ലൈഫിൽ ഇവർക്ക് പറ്റിയിട്ടുള്ള ഒരു സോളിനെ അവരിപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻസിൽ ഇപ്പം ഒരു നോ കോണ്ടാക്ട് ഓർ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് തന്നെയാണ് എൻ്റെ സോള് എന്ന് പറയാം. ഓക്കെ, അതായത് അട്രാക്ഷൻ ആണത്. ഓക്കെ, അവർക്കുണ്ടാവുന്ന സെയിം ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാവുന്ന സെയിം ഫീലിങ്സ് അവർക്കുണ്ടാവും. ഒരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ പോലെ. അതിൻ്റെ റീസൺ നിങ്ങൾ തമ്മിൽ ചിലപ്പം സോൾ കണക്ഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം. അപ്പം ഇവർക്ക് ഉള്ളിൽ തന്നെ ഒരു ഇൻഡ്യൂഷൻ കിട്ടുക, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ അവരുടെ ഇന്നർ വോയിസ് അവരോട് പറയണത് ഇത് നിങ്ങളുടെ സോളാണ്, ഇത് നിങ്ങളുടെ സോൾ തന്നെയാണ്. അങ്ങനെ ഒരു തോന്നൽ ഇപ്പോൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവരുടെ സോള് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള സോളിനെ തിരയുന്നത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റും. പിരിയണമെന്ന് വിചാരിച്ചാലും പിരിയാൻ പറ്റുന്നില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അതേ സെയിം അവസ്ഥ ആ പേഴ്സൺ ഉണ്ട്. ഓക്കെ, അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് തോന്നുന്നുണ്ട്
എന്താണ് ഇതിലേക്ക് ഇത്രയും അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതൊരു കണക്ഷൻ്റെ കാര്യം കൊണ്ടാണ് അങ്ങനെയുള്ളൊരു കാര്യം. പക്ഷേ ഇവിടെ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഈ ഹെർമിറ്റ് കാർഡ് പറയുന്നത് സ്വന്തം പ്രിയോറിറ്റി കൊടുത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരാൾ. ഓക്കെ, അതായത് എനിക്കത് വാല്യൂ ആണ്, എനിക്കത് വിലപ്പെട്ടതാണെന്ന് പറയുവാണെങ്കിൽ പോലും ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക അവർക്ക് തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടർ ആയിരിക്കാം അത്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് ഡബിൾ കാർഡാണ്. കാർഡ് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഡബിൾ കാർഡ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ്. ഈ വ്യക്തിക്ക് നിങ്ങളിൽ നല്ലൊരു അഡിക്ഷൻ ഉണ്ട്. ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സെക്ഷുവലി ഒക്കെ ഒരു ടെൻഡൻസി അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം കാണുന്നുണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു മിസ്സിങ് എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുക, മിസ്സിങ് എനർജിയാണത്. സോ ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിക്കുള്ള ഒരു റൊമാൻറ്റിക് എനർജി അവർക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. അവരുടെ ഫീലിങ്സ് ആണത്. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് എടുത്ത സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അവർക്ക് ആൻസൈറ്റി ഉണ്ടാവുന്നത് ഭയങ്കരമായിട്ട് ചിന്തിച്ചിരിക്കുമ്പം അവർ ഭയങ്കര ഡെസ്പായി പോകുന്ന കാര്യങ്ങളൊക്കെ, അതുപോലെ ഈ ഫിസിക്കൽ അട്രാക്ഷനും കാര്യങ്ങളൊക്കെ അവരുടെ ഫീലിങ്സിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓവർ തിങ്കിങ് അവർ ചെയ്യുന്ന സമയത്ത് അവർ ഇങ്ങനെ ഡെസ്പായി പോകുന്നത് എന്താണ് അവർ ആ മെമ്മറീസിൽ നിന്നും ആലോചിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അവരുടെ ഡീപ്പായിട്ടുള്ള ചിന്തകളായിരിക്കും അത്. ഒന്ന് സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് ഹോപ്പിൻ്റെ കാർഡാണ്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഈ വ്യക്തിക്ക് അവർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം ഒരു ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ പോയിട്ടുണ്ടാവുമോ, നിങ്ങളുടെ സ്നേഹം അവിടെ തന്നെ ഉണ്ടാവുമോ, എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാത്ത രീതിയിൽ മേ ബി നിങ്ങൾ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം അങ്ങനെയുള്ളൊരു പേടി കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫിയർ ആൻസൈറ്റി ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോകും എന്നുള്ളൊരു പേടിയായിരിക്കാം. അപ്പം സൈലൻ്റായിട്ട് അവരിയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവർ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഇനിയും ചെന്നില്ലെങ്കിൽ പോകും അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. ഒരു ഹോപ്പ് പക്ഷേ ഇവിടെ അവർ കൊടുക്കുകയാണ്, നിങ്ങൾ അവിടെ തന്നെ സ്റ്റിൽ ഉണ്ടാകും, നിങ്ങൾ എവിടെയും പോകത്തില്ല എന്നുള്ള രീതിയിൽ. അത്രത്തോളം ഡീപ്പായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. നിങ്ങൾ അങ്ങനെ ആയിരിക്കാം അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ. എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങളെപ്പോഴും നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ടാകും. നിങ്ങൾ തന്നെ ആയിരിക്കും റിലേഷൻഷിപ്പ് ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരാൾ. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ട് ഈ പേഴ്സൺ ഉണ്ട്. ഇത് ഏസ് ഓഫ് വാൻസ് എന്ന കാർഡാണ്. ഏസ് ഓഫ് വാൻസിന് എനർജി വരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഇതിലൊരു ഗ്രോത്ത് വേണമെന്നൊരാഗ്രഹമുണ്ട്. അതായത് ന്യൂ ബിഗിനിങ്, റീയൂണിയൻ, പിന്നെ അതുപോലെ പാസ്റ്റിലെ കാര്യം അത് അവിടെ തന്നെ ബ്രേക്ക് ചെയ്ത് അവിടെ അതിനെ മുഴുവനായിട്ടും ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വെച്ചിട്ട് പുതിയൊരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് ഒരു മാരേജ് പോസിബിലിറ്റിയും കൂടി കാണിച്ചു തരുന്നതാണ്. സോ അങ്ങനെയുള്ളൊരു ലൈഫിലേക്ക് പോവുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവരെന്താണ് ഈ ഓവർ തിങ്കിങ് ചെയ്ത് അവർക്കത് ടെൻഷനിലേക്ക് എത്തിക്കുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കൈവിട്ട് പോകുമോ, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ, നിങ്ങൾ വേറെ പോയോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. രണ്ടാമത്തത് ഇവർക്ക് ഈ ഒരു ഗ്രോത്ത് ഇവർക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പം അത് രണ്ടുമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ടെൻഷൻ. അതായത് ഫ്യൂച്ചർ ആലോചിച്ച് ആൻസൈറ്റി അടിക്കുന്ന ഒരു അവസ്ഥ. കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു മാരേജ് പോസിബിലിറ്റി, അതുപോലെ റീയൂണിയൻ പോസിബിലിറ്റി ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള അതേ സ്നേഹം അവർ തിരിച്ചു തരാൻ വേണ്ടി അതേ അളവിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അളവിൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിലാണ് ഇത്. പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക കേട്ടോ. ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അട്രാക്ഷൻ ഇങ്ങനെ ഉണ്ട്, അവർക്ക് സ്റ്റിൽ ഉണ്ട്. അതായത് ആ ഒരു പ്രസൻസ് ആണത്. നമ്മുടെ കൂടെ ഒരു സംഭവം ഇല്ലല്ലോ, നമുക്ക് അത്രയും വേണ്ട ഒരു സാധനം ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അത് വേണം എന്നൊരു തോന്നലാണത്. ഓക്കെ, അതാണ് ആ ഒരു ആകർഷണം കൊടുക്കുക എന്ന് പറയുന്നത്. അതാണ് സോൾ കണക്ഷൻ കൂടി ഉള്ളത് കൊണ്ടാണിത്. അപ്പം ഇതാണ് അവരുടെ ഒരു ഡീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിലൊരു ഗ്രോത്ത് കൊണ്ടുവരിക, കൂടെ കൂട്ടുക, പിന്നെ ആ ഒരു പ്രതീക്ഷ, അവരുടെ ഒരു പ്രതീക്ഷയാണത് ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതിൽ നല്ലൊരു സ്ട്രോങ് ബോണ്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, അപ്പം ഫീലിങ്സ് മാത്രമാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ലെങ്തി ആക്കാം. സോഡിയാക് സൈനും കൂടി നമുക്ക് നോക്കാം കേട്ടോ. ലിയോ വന്നിട്ടുണ്ട്, ക്യാൻസർ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിയോ അഗെയിൻ, ജെമിനി, കാപ്രിക്കോൺ അഗെയിൻ. ഓക്കെ, അപ്പം ഇതാണ് സോഡിയാക് സൈൻ. നമുക്ക് അടുത്ത വീഡിയോസ് മുതൽ മലയാളം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ക്ലൂസും എടുക്കാം. ഓക്കെ,
പിന്നെ ഓഫേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഓഫേഴ്സിന് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് റീഡിങ് മിസ്സായി പോകും. അപ്പം പറഞ്ഞ ദിവസം നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിസ് കോൾ ചെയ്യുക കേട്ടോ. മിസ് കോൾ ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റിന് വേണ്ടി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. കാരണം കാണാതെ ആയിപ്പോവും. ഒരുപാട് മെസ്സേജ് വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ.